ഓക്കെ, ഇതെന്താണെന്നറിയാമോ? ഇത് നല്ല ഒന്നാം തരം ചേറുമീൻ. ഒരു 3 കിലോ ഉണ്ട്. നമ്മുടെ ആശാന് കിട്ടിയതാണ്. ഉണ്ണി ചൂണ്ടിടാൻ പോയപ്പോൾ കിട്ടിയ സാധനം. അപ്പം അവൻ എനിക്കിത് കൊണ്ടുവന്ന് തന്നു, കറി വെച്ചോന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു മീൻ അച്ചാറുണ്ടാക്കണ ആരും പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ചേറുമീൻ അച്ചാറിടാൻ ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് അച്ചാറിടാം. അപ്പോൾ എല്ലാവർക്കും OMKV കുക്കിങ്ങിലേക്ക് സ്വാഗതം. അതുമാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതിൻ്റെ വയറ്റിൽ ഒരു തവള ഇരിപ്പുണ്ട്. അപ്പോൾ വാ തുറന്നാൽ കാണാൻ പറ്റില്ല. അതായത് നമ്മൾ ചൂണ്ടയിട്ട തവള ഇവൻ കയറി പിടിച്ചിട്ട് വിഴുങ്ങിക്കളഞ്ഞു. ഇതിൻ്റെ വയറ്റിൽ ഒരു തവള ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനങ്ങോട്ട് വറുത്തിട്ട് അച്ചാറിടാം. ചേറുമീൻ അച്ചാർ. അപ്പം ഇതാണ് നമ്മുടെ ചേറുമീൻ്റെ സൈസ്. 2 അടി നീളമുണ്ട്. അങ്ങനെ ഞാൻ 2 കല്ലിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട. അത്ര നീളമുണ്ട്. വാലിപ്പോഴും പുറത്താ കിടക്കണം. അപ്പം നമുക്ക് മീനിൻ്റെ ചെതമ്പല് നൈസായിട്ടൊന്ന് എടുത്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനൊന്ന് ഉരച്ച് ക്ലീനാക്കി എടുക്കാം. നല്ല വലിയ മീനായതുകൊണ്ട്, അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് അത്യാവശ്യം നല്ല മുള്ളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാവുന്നില്ലേ, ഇതിൻ്റെ വയറ്റിലൊരു തവള ഉണ്ടെന്ന് പറഞ്ഞാവുന്നില്ലേ, ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോട്ടെ. നമുക്ക് ആദ്യം വയറങ്ങോട്ട് കീറാം. അപ്പം വയറ്റിൽ തവളേനെ കാണണമെങ്കിൽ വയറ് കീറണം. അപ്പം ഇതേ കരളുണ്ട്. ഇതേ ഇരിക്കുന്ന തവള ഉണ്ടാ. ഇതേനാണ് തവള. ഉണ്ടാ, ഇതേനാണ് തവള. നൂലുമുണ്ട്, തവളയുമുണ്ട്. ഇതുണ്ടാ. ഇത് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എറിയുന്ന തവളയാണ്. ഈ തവള എറിഞ്ഞ് വലിച്ചു കഴിയുമ്പോഴാണ് ഈ വാഗ അല്ലെങ്കിൽ ബ്രാലി വരാലൊക്കെ വന്ന് അടിച്ചിട്ട് ഈ സാധനം വന്ന് പിടിക്കുന്നത്. ഇതിൻ്റെ പുറകെ വന്നാണ് പിടിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തവള. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ മുറിച്ച് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. അപ്പോൾ ഇവനെ നല്ലോണം ഒന്ന് കഴുകി റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് നമുക്ക് മുറിച്ച് പീസാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. നമ്മൾ തല വെട്ടി മാറ്റണം. ഓക്കെ, ഓക്കെ. അപ്പം തല ഉണ്ട്. തല അപ്പം നമ്മളങ്ങോട്ട് മാറ്റി വെക്കണേ. തലക്കറി വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ അച്ചാർ ഇടുന്നത് മുള്ള് കളഞ്ഞിട്ടാണ്. പല പറഞ്ഞ പോലെ മുള്ളോടുകൂടി തന്നെ അച്ചാർ ഇടണമെങ്കിൽ ഇടാം, മുള്ള് കളഞ്ഞ് ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മൾ പയ്യെ തൊലി ചെത്തി എടുത്തിട്ട് മുള്ളാടുകൂടി തന്നെ മുള്ളില്ലാണ്ട് നമുക്ക് അച്ചാറിടാം. അപ്പം സംഭവം എനിക്ക് ഈ പറഞ്ഞ പോലെ മുള്ള് മാത്രം നിർത്തി ചെത്തിയെടുത്ത് വലിയ ശീലമില്ല. അപ്പോൾ എന്തോരം ദശ പോകുമെന്ന് കണ്ടറിയണം. ഇതിങ്ങനെ പുറകിൽ നിന്ന് ചെത്തി ഇങ്ങനെ ഞാൻ 2 സൈഡും ചെത്തിയായിരുന്നു. അപ്പോൾ ഇനി മുള്ള് മേലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പുറകിൽ നിന്ന് ചെത്തി എടുക്കാം. കുഴപ്പമില്ല, പോനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മൾ ഇത് മാത്രം മാംസം മാത്രം ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പുറത്തെ ഇതിൻ്റെ മുള്ളും കൂടി ഒന്ന് ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ വിജയകരമായി നമ്മൾ മുള്ളും മാംസവും തമ്മിൽ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ അതിൻ്റെ മുള്ള്. കുറച്ച് ഒക്കെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒന്ന് അടുത്ത് കാണിച്ചാൽ എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മാംസം. ഓക്കെ,
അപ്പം നമ്മൾ സംഭവം ഇതിൻ്റെ തൊലിയും കൂടി നമ്മൾ അങ്ങോട്ട് ചെത്തിക്കളയാനാണ്. അപ്പോൾ തൊലിയും കൂടി ചെത്തിക്കളഞ്ഞാൽ മീനൊന്നും ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ തൊലിയും കൂടി അങ്ങോട്ട് ചെത്തിക്കളയാനാണ്. ഇതൊക്കെ ഒന്നും ചെയ്യണമെന്നൊന്നും ഒരാവശ്യമില്ല. നമ്മളൊന്ന് ചുമ്മാ ഒന്ന് എന്തായാലും ചെയ്തല്ലേ, അങ്ങോട്ട് ചെയ്ത് നോക്കണം. ആദ്യത്തെ ഒരു സംഭവം ഒന്ന് ചെത്തിയെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ, പിന്നെ അങ്ങോട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെത്തിയെടുക്കാം. ഓക്കെ, സംഭവം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെത്തിയെടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് ദശയൊക്കെ പോയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് ദശ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ സംഭവം നമ്മൾ തൊലി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് കറക്റ്റായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും അടുത്ത പ്രാവശ്യം ഇനി തൊലി വിളിക്കുമ്പോൾ കറക്റ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് മുറിച്ച് പീസാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു മീഡിയം പീസായിട്ടാണ് എടുക്കണം. ഭയങ്കര വലുതുമല്ല, എന്നാൽ ചെറുതുമല്ല, അതേപോലത്തെ പീസായിട്ടാണ് നമ്മൾ എടുക്കണം. ഇതിങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പീസ്. അതായത് ചെറിയൊരു ഇറച്ചി കഷ്ണം പോലത്തെ ഒരു പീസ്. എന്താ, ഇതാണ് നമ്മുടെ പീസ്. തൊലി ചെത്തി കളഞ്ഞുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ മോനെ, അപ്പോൾ നമ്മുടെ മീൻ ഇത്രയും വലിയ മീൻ വെട്ടി നമ്മൾ ഇത്രയും ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ അവനെ അച്ചാറിടും. ഓക്കെ, നിങ്ങൾക്ക് ഈ സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മുള്ളോടുകൂടി തന്നെ കട്ട് ചെയ്തൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയെന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആടെ കിടന്ന് കരയരുത്, കരഞ്ഞാൽ അടുത്ത പരിപാടിക്ക് നീയായിരിക്കും. ചുമ്മാ. അപ്പം നമ്മൾ മീൻ കഴുകി റെഡിയാക്കി. അപ്പം നമ്മൾ മീനിൽ പുരട്ടാനായിട്ട് ചെറിയൊരു മസാല നമുക്ക് റെഡിയാക്കാം. അപ്പം മസാല റെഡിയാക്കാനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി അത്യാവശ്യം നമുക്ക് വേണം. കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് സാധാരണ മുളക് പൊടിയുമാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മീൻ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് പുരട്ടി വെക്കും. കുറച്ച് എണ്ണ ഒഴിക്കാം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മീൻ അങ്ങോട്ട് വാരി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം. മീൻ കഴുകി റെഡിയാക്കി വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്നാട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീറ്റിൽ വെള്ളം ഉണ്ടാകുന്നുണ്ട്, നല്ലപോലെ വെള്ളമായിട്ടുണ്ട്. ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇത് വറുക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്യാം. കുറച്ച് നേരം ഇരുന്നാൽ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് നമ്മൾ വറുക്കാൻ വേണ്ടി പോകണം. എണ്ണ ഒഴിക്കേണ്ട കുറച്ച്. ഓക്കെ, അപ്പം
എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇടുന്നതാണ്. മിക്കവാറും സൗണ്ട് വെക്കും. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ റെഡിയായി വരുന്നുണ്ട്. നൈസായിട്ടൊന്ന് ഇങ്ങനെ മറിച്ചങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ശരിക്കും നമ്മുടെ പോർക്കിൻ്റെ കഷ്ണം കിടക്കണ പോലെ ഉണ്ട്. അപ്പോൾ സംഭവം അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ കരിച്ച് കളയുന്നില്ല. അപ്പോൾ അവനെ നമ്മൾ കോരി മാറ്റണേണ്. സംഭവം നല്ല ഉണ്ട പോലെ കിടപ്പുണ്ട്. ചെറിയ ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ മീൻ അങ്ങോട്ട് ഇടാൻ പോകണം. സംഭവം കുറച്ച് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. സംഭവം മീൻ അങ്ങോട്ട് മൊരിഞ്ഞ് വന്നപ്പോൾ നല്ല സൂപ്പർ മണം വന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ഞാൻ പറയാൻ വിട്ടത്. ഓക്കെ, ആഹാ അടിപൊളി. സംഭവം ഒന്ന് നൈസായിട്ടൊന്ന് മറിച്ചു കൊടുക്കട്ടെ. ഇപ്പൊ തന്നെ ശരിക്കും ഒരു കറിയുടെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കറിയുടെ ഒരു നൈസായിട്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നത് വാരി അടിച്ചാൽ മതിയെന്ന് തോന്നുന്നു. അപ്പോൾ സംഭവം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് കോരനാണ് എടുത്ത് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടി വെക്കുന്നുണ്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് കടുക് ഇടുന്നുണ്ട് കേട്ടോ. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ മീറ്റിൽ ഉപ്പ് ഇട്ടാർന്ന്, അപ്പോൾ കുറച്ച് ഉപ്പ് മതി. അപ്പോൾ ഇനി കുറച്ച് വേപ്പല ഇടുന്നുണ്ട്. വേപ്പല കരിഞ്ഞു കൊണ്ടിരിക്കാനാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ അകത്ത് വേപ്പല ഇങ്ങനെ കിടന്നോളൂ. അപ്പോൾ ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം മുളക് പൊടി. അത്യാവശ്യം നല്ലപോലെ എരിവുണ്ട്. മുളക് വേണം ഇതിന്. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഇതൊരു 3/4 ഭാഗം വിനാഗിരിയും 1/4 ഭാഗം വെള്ളവുമാണ് കേട്ടോ. അപ്പം വിനാഗിരി പോരാ, അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് കായം കൂടി ചേർക്കുന്നുണ്ട്. കായം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ ഇടാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ അതിൻ്റെ അകത്തേക്ക് ഇടുന്നതാണ്. ഇത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അടിപൊളി. പറഞ്ഞില്ല, ഇറച്ചി കഷ്ണം കിടക്കുന്ന നല്ല കിടക്കും. അടിപൊളി പൊന്നെ. സാറിന് വിളിക്കേണ്ടി വരുന്നു. സംഭവം വെറുതെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ നല്ല രസമുണ്ട്. അഖില നിനക്ക് കൊതി വേണുണ്ടോ? ചോറുന്നില്ല, അതുകൊണ്ട് ചെറുതായിട്ട്. ഓക്കെ ഉണ്ട്. അപ്പോൾ സംഭവം നമുക്ക് മാറ്റാനായിട്ടുണ്ട്. നമുക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റിയത് കണ്ട കൊള്ളാല്ലേ. അടിപൊളി. അടിപൊളി അടിപൊളി. അപ്പോൾ സംഭവം ഒന്ന് കഴിച്ച് നോക്കാനായിട്ട് നമ്മുടെ പൊസിഷൻ ഒന്ന് മാറ്റുന്നതാണ്. തോടിൻ്റെ കരയിലാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളിയാണ്ട. നമുക്കൊരു കുറച്ച് ഞാൻ എടുക്കാനുള്ളു. അപ്പോൾ ആ സാധനം ഒന്ന് ഇട്ടെടുക്കട്ടെ. ഓക്കെ സംഭവം റെഡിയാണ്. ഇതുണ്ട അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് പയ്യെ ഒന്ന് ഞാൻ കഴിച്ച് നോക്കട്ടെ. സംഭവം നല്ല സൂപ്പർ ചൂടാണ്, അറിയാലോ. ഒരു ചെറിയ കഷ്ണം മാത്രമേ കണ്ടു. സൂപ്പറായിട്ട് എല്ലാം പിടിച്ചോണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ദിവസം കൂടി ഇരുന്നാലുണ്ടല്ലോ എൻ്റെ പൊന്നെ. ഇത് തിന്നണാളെന്തായാലും ഭാഗ്യവന്മാരായിരിക്കും എന്ന് എനിക്ക് തോന്നണം. പുറത്ത് നോക്കിയ മോനെ. ആട് കുത്തിക്കല്ലോ. അപ്പൊ സംഭവം പൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വിനാഗിരി കുടിക്കാൻ കുറച്ചും കൂടി ആദ്യം വിനാഗിരി ആയിരുന്നാലും ഇതല്ല. നാളത്തേക്ക് എല്ലാം പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതിലും നല്ല വീഡിയോസും ഇതിലും നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മീൻ അച്ചാർ പൊളി. എൻ്റെ സാറേ ഒന്നും പറയാൻ കേട്ടോ. ഇത് പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ ബാക്കി നാളെ എടുക്കാം. ഓക്കെ, എടാ ഒന്ന് കഴിച്ചു നോക്കണം. കൊള്ളാണോ?